ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആശ്വാസനാദം എന്ന ശുശ്രൂഷയിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് ഏവർക്കും വന്ദനം ചൊല്ലുകയും ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സാരാംശം ഇതാണ്: ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്നിട്ട് പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുക. അതെനിക്ക് മാത്രമല്ല, പിന്നെ ആർക്കാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്ന കാര്യമാണ്. പൗലോസിൻ്റെ നിര്യാണത്തിന് കുറച്ച് നാൾക്ക് മുമ്പ് താൻ പറഞ്ഞതായ ഒരു അനുഭവ സാക്ഷ്യവാക്യമാണിത്. അല്ലേ? നമ്മുടെ പല കലറുകളിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ശവനമസ്കാര ശുശ്രൂഷ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രിയ അച്ചായൻ അല്ലെങ്കിൽ പ്രിയ അമ്മാമ, പ്രിയ ദേവദാസി നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ ദൈവസഭയ്ക്കോ ദൈവത്തിനോ ഒരു ഉപകാരമില്ലാത്തതിനെ നമ്മളങ്ങനെ പറയാറുണ്ട്. അങ്ങനെ മരിച്ചെടുക്കുന്നതിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല, മോശം പറയാൻ പാടില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു പോകും. എന്നാൽ പൗലോസ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ എടുത്ത് പഠിച്ചുകൊണ്ട് താൻ പറയും, ഞാൻ നല്ല പോർ പൊരുതു, എന്നിട്ട് വിശ്വാസം കാത്തു. അതുപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എങ്ങനെയാ പൗലോസിനെ അത് സാധിച്ചത്? അല്ലെങ്കിൽ ഈ തലമുറയിൽ നമുക്ക് എങ്ങനെ സത്യസന്ധമായിട്ട് ഈ സാക്ഷ്യം പറയാൻ കഴിയണമെങ്കിൽ പൗലോസിൻ്റെ ജീവിതത്തിൽ ചെയ്ത് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് പൗലോസ് ആ ഒരു ചിന്തയിലേക്ക് എത്തിയത് നമുക്ക് പഠിക്കുന്നതായിരിക്കും. പൗലോസ് പറയാൻ, നല്ല പോര് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിന് കാരണമായ തീർന്ന ചില അനുഭവങ്ങൾ നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26:19 നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗീയ ദർശനത്തിന് താൻ അനുസരണക്കേട് കാണിച്ചില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തൻ്റെ ആ പോരാട്ടം നല്ലവണ്ണം പോരാടുവാൻ, തനിക്ക് ലഭിച്ച ഓട്ടം വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാൻ, തനിക്ക് ലഭിച്ച വിശ്വാസം കാത്തു സൂക്ഷിപ്പാൻ ഇടയായിട്ടുള്ള ഒരു കാരണം എന്താ അറിയാമോ? താൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല എന്നുള്ളതാണ്. ദൈവം കാലാകാലങ്ങളിൽ നമ്മളോട് ദർശനങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ളതായ ഭാവികാല പദ്ധതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവിധ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വിവിധ വ്യക്തികളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നാം അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവഗണിച്ചു പോവുകയാണ് പലപ്പോൾ സംഭവിക്കുന്നത്. അല്ലേ? ഒഴിവാക്കണതിനെ ഒഴിവാക്കാൻ ദൈവാത്മാവ് പറയുമ്പോൾ, ഏറ്റെടുക്കണതിന് ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് പറയുമ്പോൾ, ക്രമീകരണം വരുത്തുവാൻ പറയുമ്പോൾ, വിധേയപ്പെടുവാൻ പറയുമ്പോൾ
ദിവസങ്ങൾ താഴുവാൻ പറയുമ്പോൾ, ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ പറയുമ്പോൾ, ചില ശുശ്രൂഷകൾക്കായിട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ദർശനങ്ങൾക്കൊക്കെ അനുസരണക്കേട് കാണിച്ച് വഴിമാറി പോവുകയാണ്. അങ്ങനെ നമ്മളെ അനുസരണക്കേട് കാണിച്ച് വഴിമാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസം മരണം സംഭവിക്കുന്നു, നമ്മൾ മരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശവസംസ്കാരത്തിന് ചിലർ വരും. അവിടെ എന്താ പറയുക? ദേവദാസൻ അല്ലെങ്കിൽ ദേവദാസി നല്ല പോര് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവർക്കറിയില്ല ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളതിനെ അനുസരണക്കേട് കാണിച്ച കാര്യങ്ങൾ അവർക്കറിയില്ല. പക്ഷേ ഈ ശുശ്രൂഷയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് എന്തായിരിക്കും പറയുക? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, അനുസരണക്കേട് കാണിച്ചവരും നമുക്കറിയാം, ദിവസത്തിൽ അനുസരിച്ചവരെയും നമുക്കറിയാം. നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നുള്ളതാണ് ചോദ്യം. യോന അനുസരണക്കേട് കാണിച്ച വ്യക്തിയാണ് അല്ലേ? സംഭവം പുള്ളി ദൈവത്തിൻ്റെ പ്രവാചകനൊക്കെ ആയിരുന്നു. ദൈവം കാണിച്ചു കൊടുത്ത ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചു, പിന്നീട് മടങ്ങി വന്നു. നിങ്ങൾ ഇസ്ഹാക്കിനെ നമ്മൾ പഠിക്കുമ്പോൾ ദേശം വലിയ ക്ഷാമമുണ്ടായി. തൻ്റെ പിതാവ് ഇതുപോലെ മറ്റൊരു ദേശത്തേക്ക് പോകാനായിട്ട് തന്നെ ആഗ്രഹിച്ചു. ദൈവം അവനെ ദർശനത്തിൽ ഇടപെട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകരുത്, നീ ഇവിടെ തന്നെ വിതയ്ക്കാനും പറഞ്ഞു. ക്ഷാമകാലത്ത് ഏറ്റവും കൂടുതൽ വിളവ് നേടി അവൻ്റെ കൃഷിയിൽ. എന്താ കാരണം? അവൻ ദർശനത്തോടെ അനുസരണക്കേട് കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടത്, ഞാൻ നല്ലപോലെ പൊരുത് ഓട്ടം വെച്ച് നമുക്ക് പറയണമെങ്കിൽ നാം സ്വർഗീയ ദർശനത്തോടെ അനുസരണക്കേട് കാണിക്കാതിരിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ആവശ്യമാണ്, ഉയർച്ചകൾ ആവശ്യമാണ്, ദൈവിക സഹായം ആവശ്യമാണ്, ദൈവിക കൂട്ടായ്മ ആവശ്യമാണ്, ദൈവിക നന്മകൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും ദൈവത്തോടുള്ള ഇടപെടലുകളിൽ, ദൈവം നമ്മൾ ഇടപെടുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അനുസരണക്കേട് കാണിച്ചു പോവുകയാണ്. മടങ്ങി വരുവാനായിട്ട് ഈ സംസ്കൃതി ഒരു കാരണമായി തീരട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം പഠിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ അവനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കാണാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് പ്രാർത്ഥന എന്നുള്ളത്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രാർത്ഥിക്കുവാനുള്ളതായ നമുക്ക് ഉള്ള മൂലധനം. ദൈവം പ്രവർത്തിക്കുന്നുള്ളതാണ്. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരലാമെന്ന് നമ്മൾ യിരെമ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എനിക്ക് ഉത്തരം വരലി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സങ്കീർത്തനങ്ങളിൽ പല പ്രാവശ്യം കാണുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഉത്തരമരുളുവാൻ നമ്മുടെ വിശ്വസ്തനാണ്. ഇന്ന് അനുഭവിക്കുന്നതായ ഏതൊരു പ്രതിസന്ധികളുമേലും പ്രതികൂലത്തിനുമേലും ശാശ്വതമായ ഒരു സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ, വിടുതൽ നൽകുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെയും കാണാത്ത വിടുതൽ നിൻ്റെ ജീവിതത്തിലേക്ക് കാണുവാനിടയായിട്ടില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അല്ലേ? സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായ നമുക്ക് എല്ലോനെ കാണാൻ കഴിയുന്നുണ്ട്. കർമ്മേലിൻ്റെ മുകളിൽ മടുത്തു പോകാത്തൊരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വലിയവനെ കാണാം. പല പ്രാവശ്യം താൻ ദാസനെ പറഞ്ഞയക്കുന്നുണ്ട്. താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടിക്ക് എന്തെങ്കിലും അനുകൂലമായ ഘടകങ്ങളുണ്ടോ എന്ന് നോക്കി പറഞ്ഞു വയ്ക്കുമ്പോഴൊക്കെ, ആ ദാസൻ തിരികെ വരുമ്പോഴൊക്കെ അനുകൂലമായൊരു ഘടകവുമില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥന നിർത്തി പോകുകയില്ലായിരുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോഴും സംഭവിച്ചു. ദാസനെന്ന് പറയുന്നുണ്ട്, കൈക്കുമ്പിൾ പോലെ വലിപ്പത്തിലൊരു മേഘം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ മഴയ്ക്കായിട്ടാണ് പ്രാർത്ഥിച്ചത്. മറുപടിയുടെ കാലതാമസം ഉണ്ടായെന്ന് മാത്രമല്ല, മറുപടി ആരംഭിക്കാനായി തുടങ്ങുന്ന സമയത്ത് പോലും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്നൊക്കെ അതിൽ ഒരു ഘടകവും അവിടെ കാണുന്നില്ല. എന്നാൽ വിശ്വാസം ക്ഷീണിക്കാതെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ച ഭക്തന് വേണ്ടി കൈക്കുമ്പിൾ വലിപ്പത്തിൽ പെയ്തിറങ്ങിയ മേഘത്തെ കൊണ്ട് ആ ദേശം മുഴുവൻ മൂടി ആ ദേശം മുഴുവൻ മഴ പെയ്യ്ക്കുകയും, നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവിടെ ജനങ്ങൾ കൃഷി ചെയ്യുകയും അവിടെ പലതും മുളയ്ക്കുവാനായിട്ടും ഫലം കായ്പാനായിട്ടും ഇവിടെ വന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും നീ ആഗ്രഹിക്കുന്ന വിടുതലിന് വേണ്ടിയുള്ള ഒരു ഘടകവും ഇല്ലായെങ്കിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നിങ്ങൾ കാറ്റ് കാണാതിരിക്കുമ്പോൾ, മഴ കാണാതിരിക്കുമ്പോൾ താഴ്വരയെ വെള്ളം കൊണ്ട് നിറച്ചതിനെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിന്നെ അവൻ സഹായിക്കും. നിന്റെ സ്ഥിതികൾക്ക് ഭേദം വരുത്തും. നിന്നെ ദേശത്ത് മാനിപ്പാനടിയായിത്തീരും. സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ശത്രുവായ പിശാചും മനുഷ്യരും എന്തും പറയട്ടെ, സാഹചര്യത്തിൻ്റെ കാഠിന്യത്തെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇനി ഒരിക്കലും നീ രക്ഷപ്പെടുകയില്ലെന്നും വിടുതൽ പ്രാപിക്കില്ലെന്നും ആശ്വാസം പ്രാപിക്കില്ലെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടായേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മ പറയുന്ന, കുഞ്ഞേ, ജീവദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മഴ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ദേശത്ത്, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സഭയിൽ, ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ, ജോലി സ്ഥലത്തെല്ലാം പെയ്തിറങ്ങുവാനിടയായിത്തരം വിശ്വസിക്കുക. അപ്പോൾ ദൈവം നോക്കുമ്പോൾ പൗലോസ് ഓട്ടം നിൽച്ചത് വെറുതെ പറയുകയല്ലായിരുന്നു. എന്താണ്? ദൈവത്തിൻ്റെ ദർശനത്തിന് അവൻ അനുസരണക്കേട് കാണിച്ചില്ല. ഇത് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9:22 പഠിക്കുമ്പോൾ കാണുന്നത് ശൗൽ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു എന്നാണ്. ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുരോഗതി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ല് പറയും, നട്ടപ്പോടൊരു കൊട്ട, പറിച്ചപ്പോടൊരു കൊട്ട. അങ്ങനെയുള്ള ആളല്ലായിരുന്നു ശൗൽ. ശൗൽ പിന്നെ എങ്ങനെയായിരുന്നു? മേൽക്ക് മേൽ ശക്തി പ്രാപിക്കുന്ന ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഉടമയായിരുന്നു. നമ്മൾ 25 കൊല്ലം കഴിഞ്ഞിട്ടും 50 കൊല്ലം കഴിഞ്ഞിട്ടും ഒക്കെ ഇന്നും പഴയ പോലെ തന്നെയാണ്. പ്രാർത്ഥനയിലോ സാക്ഷ്യത്തിലോ ആരാധനയിലോ ദശാംശം കൊടുക്കുന്നതിലോ ഒന്നും ഒരു മാറ്റവുമില്ല. അന്നത്തെ സൗദ്രാശി ഇന്നും അല്ലേ? ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. മേൽക്ക് മേൽ ശക്തി പ്രാപിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. നമുക്ക് പാഠം പഠിക്കുമ്പോൾ ചിന്തിക്കാം, എനിക്ക് എന്നെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് വരുന്നവർക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ടോ? നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു ആത്മീയ പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? ആത്മീയ നവീകരണം ഉണ്ടാകുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നില്ലേ, പൈതൽ വളർന്നു അല്ലേ, ജ്ഞാനത്തിൽ ബലപ്പെട്ടു കാണാൻ കഴിയുന്നുണ്ട്. ശമൂവേലിനെ കുറിച്ച് പറയുമ്പോഴും ശമൂവേലിനെ കുറിച്ച് പഠിക്കുമ്പോഴും 1 ശമൂവേൽ 2:46 പറഞ്ഞത് അവനും ആ ഒരു പുരോഗതി ഉണ്ടായെന്നുള്ളതാണ്. ലൂക്കോസ് 2:40 കർത്താവായ യേശുക്രിസ്തുവിന് പുരോഗതി ഉണ്ടായി കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അപ്രകാരമുള്ള ഒരു പുരോഗതി ഉണ്ടാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20:19 പഠിക്കുമ്പോൾ അവൻ താഴ്മയിലും സങ്കടങ്ങളിലും കഷ്ടതകളിലും ദൈവത്തെ സേവിച്ചു എന്നുള്ളതാണ്. നമുക്ക് എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ, എല്ലാ ഉയർച്ചയും ഉണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ താഴ്മയുണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, കഷ്ടതയുണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവം ദൈവത്തോട് എപ്രകാരമാണെന്ന് ശതമായി ചിന്തിക്കുക. നല്ലപോലെ ഒരു തോട്ടം എന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞതല്ല. കാരണം നിങ്ങളുടെ അനുഭവങ്ങളെ പോലും ദൈവത്തോട് പ്രവർക്കാതെ ദൈവത്തെ സേവിച്ചു എന്നുള്ളതാണ്. നമ്മൾ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 16 പഠിക്കുമ്പോൾ ആ 3 ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായി. ഒരു വാചകമുണ്ട്, ഞങ്ങളുടെ ദൈവം വിടുവിക്കും. നീ വിടുവിച്ചില്ലേലും
ഞങ്ങൾ വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല, അല്ലേ? കുറച്ച് തീരുമാനമാണ്. ദൈവം വിടുവിക്കും. വിടുവിച്ചില്ലേലും ദൈവത്തെ വിട്ടു മാറുകയില്ല. റോമൻ 8:34 പറയുന്നില്ലേ, ഇത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറയും. ഇവയൊക്കെ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വേർപിരിക്കുന്നത് ആർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവയ്ക്കൊന്നിനും ക്രിസ്തു സ്നേഹത്തിനെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമുക്ക് ശാന്തമായി ചിന്തിക്കാം. നമുക്ക് അപ്രകാരമുള്ള ബന്ധം ദൈവത്തിലുണ്ടോ? മീഖായി 7:7 പറയുമ്പോൾ ഞാൻ ഇരട്ടത്തിരിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ വിളിച്ച് ചോദിക്കും. ഞാൻ വീണ്ടും എടുക്കുന്നതിൽ വീണ്ടും എഴുന്നേൽക്കും. കർഷകൻ പ്രയാസങ്ങളുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന കാര്യം കർത്താവ് തന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീരുമെന്നുള്ളതാണ്. അപ്പോൾ അവൻ കഷ്ടതയിലും സങ്കടത്തിലും ഒക്കെ ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് വൈമുഖ്യം കാണിക്കാതെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. അപ്പോസ്തലപ്രവൃത്തി 23:1 പഠിക്കുമ്പോൾ ദൈവത്തിനു മുമ്പാകെ നല്ല മനസാക്ഷിയുള്ളവനായിരുന്നു. മനുഷ്യരുടെ മുമ്പാകെയും ദൈവത്തിനു മുമ്പാകെയും നല്ല മനസാക്ഷി ജീവിപ്പനായ കർത്താവ് ഒരു സഹായിക്കുമാറാകട്ടെ. അപ്രകാരമാണ് ഓട്ടം നയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 20:24 പഠിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പ്രാണൻ ത്യജിക്കുവാൻ ഒരുക്കമുള്ളവനായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ 4 ചുമരിൻ്റെ ഇടയിലാണ്. ആരാധന ഹാളിൽ വന്ന് നമുക്ക് ഉള്ള പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉണർവൊക്കെ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് സാക്ഷ്യം പറയുവാൻ കഴിയുന്നില്ല. പൗലോസ് കർത്താവിന് വേണ്ടി പ്രാണൻ ത്യജിക്കുവാൻ ഒരുക്കമുള്ളവനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 20:27 പഠിക്കുമ്പോൾ ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരുന്നു കാണാൻ കഴിയുന്നത്. ദ്രവ്യാഗ്രഹമില്ലായിരുന്നു. ഇന്ന് ദ്രവ്യാഗ്രഹത്താൽ ഒരു കാലഘട്ടത്തിൽ ശോഭിച്ചിരുന്ന പല ആത്മീയ നേതാക്കളും ആത്മീയന്മാരായ ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ ദ്രവ്യാഗ്രഹം മൂത്ത് അധപതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1 സാറിൻ്റെ 7 പഠിക്കുമ്പോൾ കാണുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നതിന് വിട്ടു ഓടണം എന്നാണ് പറയുന്നത്. അതിൽ മനുഷ്യ ദ്രവ്യാഗ്രഹം മൂത്തിരിക്കുക. ഗേഹസി നമുക്കൊരു അടയാളമായി നിൽക്കണം എപ്പോഴും. ലേഖനന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 20-27 പഠിക്കുമ്പോൾ ഗേഹസിയെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം മൂത്ത് നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. അവൻ സൗഖ്യം പ്രാപിച്ചു. പക്ഷേ ഗേഹസി ആ കുഷ്ഠം ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം എന്താണ്? ദ്രവ്യാഗ്രഹമാണ്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം വെടിഞ്ഞ് ജീവിപ്പാനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാം വാക്യം പഠിക്കുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾ ഏൽപ്പിച്ചിരുന്നു പറഞ്ഞ് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ആലോചന കേൾക്കാൻ വേണ്ടി പരക്കം പായുക, നമുക്കിരുന്ന് പ്രാപിക്കാൻ കഴിയുന്നില്ല, അല്ലേ? അതുകൊണ്ട് സംഭവിക്കുന്ന അറിയാമോ? ഒരേ വിഷയത്തിന് വേണ്ടി 4 പേരുടെ ആലോചന ചോദിച്ചാൽ 4 നല്ല തരത്തിൽ പറയും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി. ഈ ദിവസം നിന്ന് പ്രാപിക്കുക, കർത്താവ് നിന്ന് പ്രാപിക്കുവാൻ സമുള്ളവരായിരിക്കുക. എന്നിട്ട് ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നല്ല പോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്കതുകൊണ്ട് നീതിയുടെ കിരീടം ലഭിക്കും. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ തന്ന സന്ദേശനായ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിപ്പിനിടയായി തീർന്നല്ലോ. ചില കുറവുകളെ ബോധ്യപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. കുറവുകളെ തിരുത്തി വരും കാലങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ നല്ല പോലെ പൊരുതുവാൻ, ഓട്ടം നയിപ്പാൻ, വിശ്വാസം കാക്കുവാൻ, കിരീടത്തിന് അവകാശം തരുവാൻ ഇവരെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം മുഖാന്തരങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം സുചിത നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.
മേ ഗോഡ് ബ്ലസ് യു.